പെൺകുട്ടി വിന്നറായതിൽ എനിക്ക് എന്താ പ്രശ്നം അതിനകത്ത്? എല്ലാരും എന്നോട് ചോദിക്കുന്നത് എന്താണ് സന്തോഷം. ഞാൻ കാര്യം പറയട്ടെ, അതൊക്കെ ഈ പറയണതൊക്കെ ശരിയാണ്. ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് 5 പൈസ പോലും കളയാതെ എവിടെയും പോയി ട്രാവലും അങ്ങനെ ട്രിപ്പൊന്നും പോയി അടിച്ചു പൊളിക്കാതെ അങ്ങനെ സ്വരുക്കൂട്ടി ജീവിക്കുന്ന ഒരു കൊച്ചാണ് എനിക്ക്. ഞാൻ ഒരുപാട് വർക്ക് ഒന്നും ചെയ്തിട്ടില്ല. 1-2 വട്ടം ഞാൻ ഈ ഫ്ലവേഴ്സിലെ പ്രോഗ്രാമിന് പോയപ്പോഴാണ് അതിനെ കണ്ടിട്ടുള്ളത്. ഞാൻ ഇതിനെപ്പറ്റി പറഞ്ഞു കേട്ടിട്ടുണ്ട്. സന്തോഷല്ലേ നമ്മുടെ കൂടെയുള്ള ഒരു പെൺകുട്ടി, വീട് നോക്കുന്ന ഒരു പെൺകുട്ടി, അവള് സ്ട്രഗിൾ ചെയ്യുന്ന, അവളുടെ പോലെ സ്ട്രഗിളിങ് ഒന്ന് കുറഞ്ഞില്ലേ? ഇത്രയും പൈസ കിട്ടി, ഇനിയും കുറച്ചുനാള് സമാധാനമായിട്ട് ഇരിക്കാമല്ലോ. അതിലെനിക്ക് സന്തോഷമുണ്ട്. പിന്നെ ഗെയിമും ചോദിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് ഗെയിം കളിച്ചവര് 3 പേര് തന്നെയാണ് ലാസ്റ്റ് വന്നത്. 3 പേര് തന്നെയാണ് ലാസ്റ്റ് വന്നത്. പിന്നെ ഇതൊക്കെ ഇതിന്റെയൊക്കെ ഒരു ഭാഗമാണ്. വിൻ ചെയ്യാന്നുള്ളത് ഭാഗ്യം. പിന്നെ PR ഒരു പരിധി വരെ എല്ലാം സത്യം തന്നെയാണ്. ഗെയിം കളിക്കാതെ ഒരിക്കലും ചുമ്മാ PR കൊണ്ട് മാത്രം ആരും ജയിക്കില്ല. ഗെയിമും കളിക്കണം, PR വേണം. എല്ലാവർക്കും PR ഉണ്ടായിരുന്നു. ഇവിടെയുള്ള എല്ലാ ആർട്ടിസ്റ്റുകൾക്കും PR ഉണ്ട്. ഇവിടെയുള്ള വലിയ താരങ്ങൾക്ക് PR ഉണ്ട്. ഇവിടെയുള്ള വലിയ പൊളിറ്റീഷ്യന്മാർക്ക് PR ഉണ്ട്. എല്ലാവർക്കും PR ഉണ്ട്. ഇല്ലേ? നിങ്ങളെ ഇപ്പൊ വിളിച്ച് നമ്മൾ ഈ പ്രൊമോഷൻ ചെയ്യുന്നത് PR-ന്റെ ഭാഗമല്ലേ? സോഷ്യൽ മീഡിയ ആണ് ഇൻഡസ്ട്രിയിലെ എല്ലാ കാര്യങ്ങളും. പ്രൊജക്റ്റുകൾ പോലും ഇങ്ങനെ ഒരു സിനിമ ഉണ്ട് എന്ന് പോലെ സിനിമ നല്ല വിജയിപ്പിക്കുന്നൊക്കെ സോഷ്യൽ മീഡിയ തന്നെയാണ്. ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ അങ്ങനെ ഒരു ലോകത്താണ് നമ്മൾ. ആക്ച്വലി 15 ദിവസം ബിഗ് ബോസ് തന്നെ പുലർച്ചെ ഞങ്ങളും പാൽക്കാരനും പത്രവും ഒരുമിച്ച യാത്ര. പക്ഷെ അവിടെ 8 മണിക്ക് എഴുന്നേറ്റ് നമുക്ക് പുലർച്ചെ തുടങ്ങില്ല. വരുന്നതാണെന്നോ വിചാരിച്ചേ? വരുന്നതല്ല, അല്ല, പാൽക്കാരന്റെ കൂടെ റൂമിലേക്ക് പോവാ ചെയ്യണത്. പത്രക്കാരന്റെ കൂടെ തിരിച്ചു വരും. പാൽക്കാരൻ പാലിട്ട് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ നമ്മളും വരും സെറ്റിലേക്ക്. എന്തായാലും സീസൺ പറഞ്ഞോണ്ട് തന്നെ ഒരു 6 സീസണിൽ വിന്നേഴ്സ്, ഒരു വിന്നറില്ലാത്തൊരു സീസൺ അല്ലെ വീണ ചേച്ചിയുടെ ആയിരുന്നു. കോവിഡ് വന്ന് 2 സീസൺ കിട്ടി, പക്ഷെ ഒരു സീസൺ അത് മാത്രം ഇങ്ങനെയായി പോയി. നന്നായി, അങ്ങനെ ആവട്ടെ. അതെ, അതല്ല, ഞങ്ങളൊക്കെ വിന്നേഴ്സിനാണെന്ന് പറയാം. ഇത്ര ഭംഗിയായിട്ട് സ്ക്രിപ്റ്റ് വരുന്ന സമയത്ത് തന്നെ സുനീഷേട്ടന് തന്നെ ഒരു പത്രവാർത്തയുമായിട്ട് ആസ്പദമാക്കിയിട്ടാണ് ഈ എഴുത്തിലോട്ടുള്ള ചിന്തയിലേക്ക് പോകണമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ന്യൂസ് വരുന്നു, ആ ന്യൂസിൽ നിന്ന് ആ ത്രെഡ് ഇത്രത്തോളം ഭംഗിയായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. സിനിമയ്ക്ക് അപ്പുറത്തേക്ക് ഒരു വെബ് സീരീസിലോട്ടുള്ള എനിക്ക് മാർക്കറ്റ് ഉണ്ട്, ഇതിന് കാണുന്നതിന് ഭയങ്കര ഒരു വിഷയം വേണമെന്നുള്ളതാണ്. അപ്പോൾ ഇത് വെബ് സീരീസിലോട്ട് മാറ്റുന്നതിൽ പാകപ്പെടുത്തിയ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്തായിരിക്കും? അത് ഇല്ല, ഈ സബ്ജക്റ്റ് ഞങ്ങളിലേക്ക് എത്തിയതാണ്. ഞാൻ പറഞ്ഞ സുനീഷ് ഇത് ആദ്യം നമ്മളോടല്ല സംസാരിക്കുന്നത്. സുനീഷ് സീനോട് സംസാരിച്ചിട്ട് സിയാണ് അവരാണ് ഇത് കൺഫേം ചെയ്യുന്നത്. അവർക്ക് ചെയ്യേണ്ട ഒരു വെബ് സീരീസ് ആണെന്ന് സിയാണ് തീരുമാനിക്കുന്നത്. സിയുടെ ടീം തീരുമാനിച്ച സമയത്ത് നമ്മൾ അവിടെ ഒരു പ്രോജക്റ്റുമായിട്ട് അപ്രോച്ച് ചെയ്യാൻ പോയപ്പോൾ വീണേനോട് അവരാണ് ഇങ്ങോട്ട് പറഞ്ഞത്, സുനീഷ് ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ഇവിടെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് എടുത്ത് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നന്നായിരിക്കും, നിങ്ങൾ ചെയ്തു നോക്കുന്നു. അപ്പം വീണ എന്നോട് പറഞ്ഞു, ചേട്ടാ ഇങ്ങനെ ഒരു പരിപാടിയാണ്, പിടിച്ചു നോക്കിയാലോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു നോക്കാം. കാരണം ഞാൻ AD ആയിട്ട് വർക്ക് ചെയ്തതോ ഞാൻ ചെയ്ത സിനിമകൾക്കോ ഒന്നും ഒരു ഹൊറർ സ്വഭാവമുള്ള ഒരു പരിപാടികളൊന്നും ഞാൻ പിടിച്ചിട്ടില്ല. പിന്നെ എന്ന് പറയുന്നത് സിയെ സംബന്ധിച്ച് അവർ മലയാളത്തിൽ ആദ്യമായിട്ട് സീരീസുകൾ ലോഞ്ച് ചെയ്യാണ്. അപ്പൊ ആദ്യത്തെ ഡിസ്കഷനിൽ വന്ന 2 പ്രോജക്റ്റുകളിൽ ഒന്നാണ് ഇത്. അപ്പം അവരെ സംബന്ധിച്ചും ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഇത് എങ്ങനെ പ്രേക്ഷകരിലേക്ക് എത്തും, പ്രേക്ഷകർ ഇത് സ്വീകരിക്കുമോ, അപ്പൊ അവർ ഇതിലേക്ക് എടുക്കുന്ന ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചൊക്കെ അവർ കൺസേൺ ആണ്. ബിസിനസ് ആണല്ലോ. അപ്പം ആ കൺസേൺ മുന്നിൽ വെച്ച് ചെയ്യേണ്ടി വരും എന്നുള്ളതായിരുന്നു എന്റെ മുന്നിലുള്ള ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത്. ബഡ്ജറ്റാണ് ഷൂട്ടിംഗ് ഡേ. ബഡ്ജറ്റ് കുറയുമ്പോൾ ഷൂട്ടിംഗ് ഡേയ്സ് കുറയും. അപ്പം അതിനനുസരിച്ച് നിൽക്കുക. അപ്പം വീണനോട് ഞങ്ങൾ ആദ്യം സംസാരിക്കുന്ന സമയത്ത് തന്നെ ഞങ്ങൾ തീരുമാനിച്ച കാര്യം, നമ്മളോടൊപ്പം നിൽക്കുന്ന, നമ്മളുടെ അവസ്ഥ മനസ്സിലാക്കി ഈ പൊരുത്തപ്പെട്ട് സിനിമയുടെ ക്വാളിറ്റിയിൽ അവർക്ക് ഇത് വേണം. ഇപ്പം ഈ ക്വാളിറ്റി ബഡ്ജറ്റ് കുറയ്ക്കുമ്പോഴും കോംപ്രമൈസ് ചെയ്യുന്നില്ല, ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യുന്നില്ല. കാരണം സിനിമ ഷൂട്ട് ചെയ്യുന്ന ക്യാമറയിൽ തന്നെ ഷൂട്ട് ചെയ്യണം. സിനിമയ്ക്ക് എന്തൊക്കെ പോസ്റ്റ് പ്രൊഡക്ഷനിലും ആവശ്യമുണ്ടോ ആ പ്രോസസ്സിലൂടെ എല്ലാം കടന്നു പോയിട്ട് തന്നെയാണ് ഇത് വരുന്നത്. ഇപ്പം നമ്മൾ തിയേറ്ററിൽ വേണ്ടിയിട്ട് മിക്സ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഈ സാധനം മിക്സ് ചെയ്യുന്നത്. അപ്പം അത്തരം കോംപ്രമൈസുകളൊന്നുമില്ല. ആകെ നമുക്ക് കോംപ്രമൈസ് ചെയ്യുന്ന എവിടെയാണ്? ഇത്
ഷൂട്ട് ചെയ്യുന്ന ഡേയ്സിലും ആക്കാൻ പറ്റും. ബഡ്ജറ്റിലും ആണ്. അപ്പം നമുക്ക് ആ ബഡ്ജറ്റിൽ ഒതുക്കുന്നതിന് ഒരുപക്ഷെ ഈ ദിവസം കുറയ്ക്കാൻ പറ്റും ഈ പ്രൊഡക്ഷൻ എന്നുള്ള രീതിയിലേക്ക്. പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മുടെ ഏറ്റവും കൂടുതൽ ഇതിൽ വരുന്നത് കാസ്റ്റിങ്ങിന്റെ സമയത്താവും റെമുനറേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പം എവിടേക്കും ഒരു സൗഹൃദ വലയം എന്നതിൽ അപ്പുറത്തേക്ക് സിനിമയായിട്ട് വരുമ്പോൾ ഇത് ആദ്യം പോകണം എന്ന് തന്നെയാണ് പറയുക. അപ്പം ആ സൗഹൃദം ഭയങ്കരമായിട്ട് ഗുണം ചെയ്തിട്ടുണ്ടോ? പ്രൊഡ്യൂസറോട് ചോദിക്കട്ടെ. ഉറപ്പല്ലേ? ഉണ്ട്. അല്ലെങ്കിൽ ഇവർക്ക് ഞാനൊരു കാര്യം പറയട്ടെ, ഏതെങ്കിലും വെബ് സീരീസില് ഇത്ര ആർട്ടിസ്റ്റുകളെ കണ്ടോ? അപ്പൊ അതാണ് ചോദിക്കുന്നത്. ഇതൊക്കെ എല്ലാം ഇതിനകത്ത് നല്ല ആർട്ടിസ്റ്റുകൾ, ഒക്കെ ആ സ്നേഹത്തിന്റെ പുറത്ത് വന്നേക്കുന്നതല്ലേ. പക്ഷെ ഒരു 7 എപ്പിസോഡോളം വരുന്ന ഒരു സീസൺ, അതൊരു 15 ദിവസത്തിനുള്ളിൽ എടുത്തു തീർക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മൾ ഈ ചിരിച്ചു പറയുന്നെങ്കിലും അതൊരു ചെറിയ കാര്യമല്ല. അത് ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളും ടെക്നീഷ്യന്മാരും, ഇപ്പൊ യൂണിറ്റിന്റെ ആൾക്കാരായിക്കോട്ടെ, ഇപ്പോ ആർട്ട് ടീം ആയിക്കോട്ടെ, കോസ്റ്റ്യൂം ആയിക്കോട്ടെ, മേക്കപ്പ് ആയിക്കോട്ടെ, എല്ലാവരും ഒരേപോലെ നിന്നത് കൊണ്ട് മാത്രമാണ് സംഭവിച്ചത്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു പ്രശ്നം വന്നോണ്ടല്ലോ നമ്മൾ ഈ പ്ലാൻ ചെയ്യുന്നത് മുഴുവൻ ഇല്ലാണ്ടാവും. ഇവര് അത്രയും ഇതായിട്ട്, ഇപ്പം നമ്മുടെ ക്യാമറാമാനും ഡയറക്ടറും നമ്മൾ ഓൾറെഡി നല്ല ബോണ്ടിങ് ഉണ്ട്. അതൊരു മെയിൻ ഐറ്റം വേണ്ട, അതവിടെ ഉണ്ട്. പിന്നെ ഈ ആർട്ടിസ്റ്റുകൾ ഇവര് പെട്ടെന്ന് ഇവർ രണ്ടുപേരും തമ്മിൽ വന്നപ്പോഴേ ഭയങ്കര സിങ്കായി. അപ്പൊ തന്നെ നമ്മുടെ ബാക്കിയുള്ള പ്രശ്നങ്ങൾ ഒരു പരിധിവരെ ഓക്കെയാണ്. ഞങ്ങൾ ആദ്യം തന്നെ ഒന്നൊരു കരാറിൽ ഒപ്പിട്ടു. ആ കരാറിന്റെ വരികൾ ഇങ്ങനെയായിരുന്നു. എന്തായിരുന്നു വരികളില്ല, 15 ദിവസം കൊണ്ട് ഈ പ്രോജക്റ്റ് നമ്മൾ തീർത്തിരിക്കും. അത് രാത്രിയും പകലെന്നില്ലാതെ അധ്വാനിക്കും. മറ്റേ കുംബ്ലങ്ങി നൈറ്റ്സിൽ പറയുന്ന പോലെ ആള് വിളിച്ചു വരും, പക്ഷെ പണിയെടുപ്പിക്കാനൊന്നും വിളിക്കൽ തോന്നുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവരാരും ഞങ്ങൾക്ക് ഗൂഗിൾ പേയില് അങ്ങനെ സ്നേഹം സ്നേഹം മാത്രം സൗണ്ട് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷം, സൗണ്ട് വരുന്നുണ്ടല്ലോ എന്നുള്ളത്. പക്ഷെ ഇതില് നമ്മള് ആർട്ടിസ്റ്റിന്റെ ഒരു POV ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും മുമ്പ് വർക്ക് ചെയ്ത പ്രൊജക്റ്റിലെ ഒരു രീതിയിൽ കോംപ്രമൈസ് ചെയ്യരുത് എന്നുള്ളതാണ് അതിന്റെ ചിന്തിക്കേണ്ടത്. മേക്കിങ്ങിലാണെങ്കിലും എല്ലാം. പ്രൊഡ്യൂസറിന്റെ കാര്യത്തിലാണ് വരുമ്പോൾ ഇതൊന്നും ചെയ്യാൻ പാടില്ല, കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. പക്ഷെ എന്നാൽ പോലും ഇതൊന്നും ബഡ്ജറ്റിനുള്ളിൽ നിൽക്കാൻ പറയും. ഇത് അവളുടെ കാര്യങ്ങൾ ആക്ച്വലി വീണ ആസ് എ പ്രൊഡ്യൂസർ കാര്യങ്ങൾ പറഞ്ഞു, ഇതാണ് എൻ്റെ അവസ്ഥ, ഇതാണ് ഈ സിറ്റുവേഷൻ, ഇതാണ് നമുക്ക് ഇത്ര ഇത് ചെയ്യണം, ആ ഒരു ബഡ്ജറ്റിനകത്ത് നമ്മൾ തീർക്കാവുന്ന എന്ന് പറയുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാക്സിമം ചെയ്യുന്നത്. അത് വർക്കിനെ ബാധിക്കാത്ത തരത്തിൽ ബാക്കിയെല്ലാം നന്നാവണം, എല്ലാ ഏരിയകളും നന്നാവണം, എല്ലാം വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർ ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മളിപ്പോ പൈസ മാത്രം നമ്മൾ മേടിച്ചിട്ട് വേറൊരു ഏരിയ കുറച്ചാൽ ഇതിന്റെ ക്വാളിറ്റി എല്ലാം പോകും. അപ്പൊ എല്ലാം നന്നാവണം. പക്ഷെ അതിൽ മറ്റൊരു കാര്യം കൂടി ഉണ്ട്. ഇപ്പൊ കലാനിധിമാരനും അതുപോലെ മമ്മൂട്ടി കമ്പനിയൊക്കെ ചെയ്യണ പോലെ ഇത് വിജയത്തിന് ശേഷം മുറ്റത്ത് റോൾസ് റോയ്സോ BMW ഒക്കെ വരും പ്രൊഡ്യൂസർ. ഈ സക്സസ് അല്ലേ? ഇപ്പൊ അങ്ങനെയാണല്ലോ, വിജയത്തിന് ശേഷമാണ് കൊടുക്കുന്നത് റവന്യൂ ഷെയറിംഗ് പോലെ. മുറ്റത്തൊരു കാറ് സർപ്രൈസ്. BMW വലിയ താല്പര്യമില്ല, എനിക്ക് മിനി കൂപ്പർ താല്പര്യം. പക്ഷെ നിങ്ങൾ ചുമ്മാ പറഞ്ഞാണെങ്കിലും ഒരിക്കലും സംഭവിച്ചിരിക്കും. അതെ, അങ്ങനെയാണെങ്കിൽ മിനി കൂപ്പർ ഒരിക്കലും ഇതിലാണെന്ന് പറഞ്ഞില്ല, ഈ പ്രോജക്റ്റ് ആണെന്ന് പറയണില്ല, പക്ഷെ ഒരിക്കലും സംഭവിച്ചിരിക്കും. ഒരു റോളക്സിന്റെ വാച്ചെങ്കിലും സംഭവിക്കും. പറയാൻ പറ്റില്ല, എനിക്ക് സെക്കൻഡ് ഹാൻഡ് മതി, പറയാൻ പറ്റില്ല. നമുക്ക് ഒന്നും എന്താണ് ഞാൻ പ്രൊഡക്ഷൻ ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. പക്ഷെ ഇവിടെ ഉഗ്ര കോർഡിനേറ്റർ ആട്ടോ. അവള് കാര്യങ്ങളെല്ലാം ഈ പറയുന്ന ഒന്നും അറിയിക്കാതെ, നമ്മളെ അറിയിക്കാതെ തന്നെ പല കാര്യങ്ങളും പലപ്പോഴും തടസ്സങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. പ്രൊഡക്ഷൻ ആകുമ്പോൾ എത്ര വലിയ പ്രൊഡ്യൂസർ ആയാലും ഉണ്ടാവാം, സ്വാഭാവികമായിട്ട്. അതൊന്നും അറിയിക്കാതെ നമ്മളെ കറക്റ്റായിട്ട് അത് തീർക്കുന്നവരെ നമ്മളൊന്നും ചെയ്യണം. പിന്നെ ഡിലേ ആകുമ്പോൾ നമ്മൾ വിളിച്ചു ചോദിക്കുക എന്താ എന്ന് ചോദിക്കുമ്പോൾ ആക്ച്വലി ഡിലേ നമുക്ക് ഒരുപാട് ചിലപ്പോൾ ഫണ്ടായിരിക്കാം, ചിലപ്പോൾ അതിൻ്റെതായ ടെക്നിക്കൽ വശങ്ങളാവാം. പക്ഷെ ഒന്നും നമ്മളെ ആക്ച്വലി അറിയിച്ചിട്ടില്ല. എന്നൊരു സത്യത്തിൽ സംഭവിച്ചത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പാർട്ട്ണർ, എനിക്കൊരു പാർട്ട്ണർ ഉണ്ടായിരുന്നു ഇതിനകത്ത് ഈ പ്രൊഡക്ഷനിൽ. അയാൾ 4-ാം ദിവസം പ്രൊജക്റ്റ് ചെയ്യണില്ല, അല്ലെങ്കിൽ പുള്ളി ബാക്ക് ഓഫ് ചെയ്തു. സോ അത് മുതല് ഇവരെ ഞാൻ അറിയിച്ചിട്ട് എന്ത് കാര്യം കിട്ടുക, ഇവർക്ക് ടെൻഷൻ ആവും.